കുട്ടിക്ക് 2-3 ഹൈഡ്രജൻ ബലൂൺ വാങ്ങിക്കൊടുത്തിന്. ബേസ് ലൈനിൽ കെട്ടിയപ്പോൾ ആ കുട്ടി കുളത്തിട്ടയക്കാൻ നോക്കിയപ്പോൾ പറന്നു പോയതാണ്. ഞായറാഴ്ച രാത്രി 11:30 ഒറ്റക്ക് പോയിക്കുന്നു. പിന്നെ ഇത് ഇങ്ങനെ തട്ടിന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ പൊന്തി പോയിട്ടുണ്ട്. ഓലൻ്റെ നേരെ തുറ്റത്താണ് തട്ടിന്ന്. പിന്നെ അങ്ങനെയൊക്കെ കയറി ഒരു അരമണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ കളിച്ചേരെയാണ് ഇത് കിട്ടിയത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊകവൂർ ശ്രീ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ്. മാർച്ച് 1-2 ദിവസങ്ങളിൽ ഇവിടെ ഉത്സവമായിരുന്നു. ആ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ഉത്സവത്തിനിടെ ഒരു കുഞ്ഞുകുട്ടിയുടെ കയ്യിൽ കെട്ടിയിരുന്ന ഹൈഡ്രജൻ ബലൂണ് കുട്ടിയുടെ കൈവിട്ട് പോവുകയും ആ ഹൈഡ്രജൻ ബലൂണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന മുക്കാപ്പാവിന്റെ ബ്രേസ്ലെറ്റിന് മുകളിലായിരുന്നു കെട്ടിവെച്ചിരുന്നത്. ആ ഹൈഡ്രജൻ ബലൂൺ പറന്നു പോയതിന്റെ കൂടെ ആ ബ്രേസ്ലെറ്റും അഴിഞ്ഞുപോയി. അത് എൻ്റെ ഈ പിറകെ കാണുന്ന ഏകദേശം 75 അടിയോളം പൊക്കമുള്ള പാലമരത്തിന്റെ മുകളിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവർക്ക് ആർക്കും ആ ബ്രേസ്ലെറ്റും ബലൂണും എടുക്കാൻ വേണ്ടി സാധിക്കാതിരുന്ന സമയത്ത് ഈ ഒരു നാട്ടുകാരനായ വ്യക്തി സന്തോഷ് ഏട്ടൻ, അദ്ദേഹം ധൈര്യസമേതം മരത്തിന് മുകളിൽ കയറി ആ ബ്രേസ്ലെറ്റ് എടുത്ത കുഞ്ഞിന് സമ്മാനിക്കുന്ന മനോഹരമായൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം സന്തോഷ് ഏട്ടൻ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. ചേട്ടാ, എന്താണ് അന്ന് സത്യത്തിൽ സംഭവിച്ചത്? അത് അന്ന് വെച്ചാൽ കുട്ടിക്ക് 2-3 ഹൈഡ്രജൻ ബലൂൺ വാങ്ങിക്കൊടുത്തിന്. അപ്പോൾ ആ കുട്ടി ഇട്ടോട്ട് കുട്ടീൻ്റെ അച്ഛൻ്റെ അനിയനാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ അത് രണ്ടാമത് ബേസ് ലൈനിൽ കെട്ടിയപ്പോൾ ആ കുട്ടി കുളത്തിട്ടയക്കാൻ നോക്കിയപ്പോൾ പറന്നു പോയത്. അന്നേരം ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കാമ്പറത്താണ്. അപ്പോൾ കൃഷ്ണാട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ആളോട് ഫയർഫോഴ്സിൻ്റെ ആൾ വന്ന് പറഞ്ഞതാ, ഇങ്ങനെ ഒരു തേങ്ങലിക്കുന്ന മിഷൻ കിട്ടേണ്ടിനി ഇങ്ങനെ ബലൂൺ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവർ അന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മുമ്പ് രണ്ടാമത് ചോദിച്ചാൽ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ ഒരു സംഭവം കാണിച്ചു തന്നു. ചെന്ന് പിന്നെ ഓല് മുള വേണമെന്ന് പറഞ്ഞതൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പറ്റൂല, ഫയർഫോഴ്സിന്റെ ആളിൽ അവർക്ക് സാധിക്കില്ല. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഓൽക്കൊരു ചിത്തപ്പേരാണ് ഓല കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെയാണ് അന്നേരം ഇവിടുന്ന് എന്നോട് ചോദിച്ചത്. ഒന്നാമത്തെ ഞാനൊരു 10-15 കൊല്ലം മുന്നേ എൻ്റെ മുകളിൽ കയറി കൊടി തൂക്കിയതാ. പിന്നെ ആരും തൂക്കിയില്ല എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു ഇതിൽ പിന്നെ എന്താ അറിയില്ല, അമ്മേൻ്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് ഞാനൊന്ന് കയറി. കാരണം വെച്ചാൽ അന്ന് രാവിലെ പുലർച്ചയ്ക്ക് 3 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ 2:30-ക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. 24 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. 2:30 11:30 രാത്രി 11:30 ഞായറാഴ്ച രാത്രി 11:30 ഒറ്റക്ക് പോയിക്കുന്നു. പിന്നെ ഇത് ഇങ്ങനെ തട്ടിന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ പൊന്തി പോയിട്ടുണ്ട്. ഓലൻ്റെ നേരെ തുറ്റത്താണ് തട്ടിന്ന്. പിന്നെ ഞാൻ കയറിയപ്പം കുറച്ച് മുന്നോട്ട് പോയിക്കുന്നു. അന്നേരം പോലെ ആൾക്കാർ ചോദിച്ചു എന്താ നിങ്ങൾ ഇത് എടുക്കാൻ പറ്റുമോ പൈപ്പത്തിനോട്. അപ്പോൾ പിന്നെ പോലെ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റൂല, പോലെ ആദ്യം പറ്റൂല എന്ന് പറഞ്ഞു. അതിനെ പോലെ പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ കയറിയത്. പിന്നെ മുകളിൽ കയറി പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ഒരു കൊക്കേനെ കൊണ്ട് കൊളുത്തി എടുത്താൽ ചിലൊരു പൈപ്പ് കൊണ്ട് അതിന് പൈപ്പിന് ഫുള്ള് ചുറ്റും ഷേപ്പ് പിന്നെ അടിച്ചിട്ട് ഏത് ഭാഗം വെച്ചാലും കൊളുത്തി പിടിക്കണം. പക്ഷെ കുളത്തി പിടിച്ചാൽ ചിലപ്പോൾ അത് ഒഴിഞ്ഞോ എന്നുള്ള കൊണ്ട് എന്ത് ബേസ്ലൈറ്റിൻ്റെ നൂലിൻ്റെ മുകളിൽ ബലൂണിൻ്റെ നൂലിൻ്റെ മുകളിൽ ബേസ്ലൈറ്റ് ചുറ്റി കിടക്കുന്നുണ്ടായി. അപ്പോൾ അത് മെല്ലെ കൊളുത്തി എടുത്ത് വലിച്ചപ്പോൾ പിന്നെയും പോയേ. പിന്നെ രണ്ടാമത് എങ്ങനെയാ അറിയില്ല, എങ്ങനെയാ ചൊറഞ്ഞേരം പിന്നെ മെല്ലെ എടുത്ത് പോകുന്നു. ഈ മരത്തിന് എന്താ വെച്ചാൽ ഒരടി കയറിയാൽ 2 അടി താഴോട്ടാ വരിക. അത്രയൊരു മിനുസുള്ള മര. മഴ ഇതാണെങ്കിൽ തീരെയും കയറാൻ കഴിയില്ല. പക്ഷെ എന്തോ ഒരു അമ്മേൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അന്നേരം പിന്നെ ആ കയറുമ്പോൾ ക്ഷീണമോ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ കയറി ഒരു അരമണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ കളിച്ചേരെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയായാലും സന്തോഷ് ചേട്ടൻ്റെ ആ ഒരു ധീരമായ പ്രവൃത്തി കൊണ്ട് ആ കുട്ടിയുടെ ബ്രേസ്ലെറ്റ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞ പോലെ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില, 3/4 പവൻ എന്ന് പറയുമ്പം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ അത് കണ്ട് നിരവധി പേരാണ് അദ്ദേഹത്തെ വിളിക്കാൻ അനുമോദിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിനൊരു അഭിനന്ദനം ഏർപ്പെടുകയും ഒരു അനുമോദനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദേശത്ത് ഒരു ദേശീയോത്സവമാണ് കാമ്പറത്ത് ഭഗവതി ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത്. അവിടെ വരുന്നൊരു ഭക്തർക്ക് ഇങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന് നാട്ടുകാർ സംഘടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സന്തോഷ് ലീഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. പിന്നെ ഇവിടെ ഉത്സവം നടക്കുകയാണ്. അത് മാത്രമല്ല, കണലാട്ടത്തിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പാണ് ഇയാൾ മരത്തിന് മുകളിൽ കയറുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അമ്മേൻ്റെ ഒരു കടാക്ഷം. അപ്പോൾ ഈ മണ്ണിൽ വന്നൊരു ഭക്തൻ്റെ ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സന്തോഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷിനെ പറ്റിയിട്ട് പറഞ്ഞാൽ തീരൂല, ആ ഒരു അവസ്ഥയിലാണ്.